PIR സെൻസർ അഥവാ പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ ഉപകരണത്തിൻ്റെ പ്രവർത്തന വിശദീകരണമാണ് ഈ വീഡിയോ. ദിസ് വീഡിയോ സ്പോൺസർഡ് ബൈ ബൈമോഡ് ഷോപ്പിംഗ് ആപ്പ്. ബൈമോഡ് ഈ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഈസ് വൺ ഓഫ് ദ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ്. ചലനം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സെൻസറുകളാണ് PIR സെൻസറുകൾ അഥവാ പാസീവ് ഇൻഫ്രാറെഡ് സെൻസറുകൾ. അവ ചെറുതും വില കുറഞ്ഞതും കുറഞ്ഞ പവർ ഉള്ളതും ഉപയോഗിക്കാൻ എളുപ്പമുള്ളതും തളരാതെ പ്രവർത്തിക്കുന്നതുമാണ്. ഇക്കാരണത്താൽ വീടുകളിലോ ബിസിനസ്സുകളിലോ ഉപയോഗിക്കുന്ന വീടുപകരണങ്ങളിലും ഗാഡ്ജറ്റുകളിലും അവ സാധാരണമായി കാണപ്പെടുന്നു. വസ്തുക്കളിൽ നിന്ന് പ്രസരിക്കുന്ന ഇൻഫ്രാറെഡ് പ്രകാശം അളക്കുന്ന ഒരു ഇലക്ട്രോണിക് സെൻസറാണ് പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ. PIR അടിസ്ഥാനമാക്കിയുള്ള മോഷൻ ഡിറ്റക്ടറുകളിൽ PIR സെൻസറുകൾ കൂടുതലായി ഉപയോഗിക്കുന്നു. കൂടാതെ ഇത് സുരക്ഷാ അലാറങ്ങളിലും ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് ആപ്ലിക്കേഷനുകളിലും ഉപയോഗിക്കുന്നു. സ്ക്രീനിൽ നൽകിയ ചിത്രം PIR സെൻസറിൻ്റെ ഒരു സാധാരണ പിൻ കോൺഫിഗറേഷൻ തെളിയിക്കുന്നു. ഓരോ പിൻ ഔട്ടുകൾ ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. PIR സെൻസറിൽ മൊത്തം 3 പിന്നുകൾ അടങ്ങിയിരിക്കുന്നു. പിൻ നമ്പർ 1 ഉപകരണത്തിൻ്റെ ഡ്രെയിൻ ടെർമിനലുമായി യോജിക്കുന്നു. അത് പോസിറ്റീവ് സപ്ലൈ 5 വോൾട്ട് DC-യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. പിൻ നമ്പർ 2 ഉപകരണത്തിൻ്റെ ഉറവിട ടെർമിനലുമായി യോജിക്കുന്നു. അത് 100 കിലോ ഓം അല്ലെങ്കിൽ 47 കിലോ ഓം റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നു. സെൻസറിൻ്റെ ഔട്ട്പുട്ട് പിന്നാണ് പിൻ നമ്പർ 2. സെൻസറിൻ്റെ പിൻ നമ്പർ 2 കണ്ടെത്തിയ IR സിഗ്നലിനെ ഒരു ആംപ്ലിഫയറിലേക്ക് കൊണ്ടുപോകുന്നു. പിൻ നമ്പർ 3 PIR സെൻസറിനെ ഗ്രൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അടുത്തതായി ഒരു PIR സെൻസർ എന്താണ് കണ്ടെത്തുന്നത്? സാധാരണയായി PIR സെൻസറിന് ആവശ്യമായ ശ്രേണിയിൽ മൃഗങ്ങളുടെ അഥവാ മനുഷ്യരുടെ ചലനം കണ്ടെത്താനാകും. ഇൻഫ്രാറെഡ് വികിരണത്തിൻ്റെ വിവിധ തലങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഒരു പൈറോ ഇലക്ട്രിക് സെൻസർ ഉപയോഗിച്ചാണ് PIR നിർമ്മിച്ചിരിക്കുന്നത്. ഡിറ്റക്ടർ സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നില്ല, പക്ഷേ പാസീവ് ആയി അത് സ്വീകരിക്കുന്നു. ഇത് പരിസ്ഥിതിയിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് വികിരണം കണ്ടെത്തുന്നു. താപനിലയോടൊപ്പം മനുഷ്യ ശരീര കണികയിൽ നിന്ന് ഇൻഫ്രാറെഡ് വികിരണം ഉണ്ടായാൽ ഓപ്റ്റിക്കൽ സിസ്റ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പൈറോ ഇലക്ട്രിക് ഉപകരണം പെട്ടെന്ന് ഒരു വൈദ്യുത സിഗ്നൽ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. PIR സെൻസറിൻ്റെ പരിധിയിൽ ഒരു മനുഷ്യ ശരീരമോ ഏതെങ്കിലും മൃഗമോ കടന്നുപോകുമ്പോൾ അത് PIR സെൻസറിൻ്റെ ആദ്യ സ്ലോട്ടിനെ തടസ്സപ്പെടുത്തുന്നു. ഇത് 2 വിഭജനങ്ങൾക്കിടയിൽ നല്ലൊരു വ്യത്യാസത്തിന് കാരണമാകുന്നു. ഒരു മനുഷ്യ ശരീരം സെൻസിംഗ് ഏരിയയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സെൻസർ 2 വിഭജനങ്ങൾക്കിടയിൽ നെഗറ്റീവ് ഡിഫറൻഷ്യൽ മാറ്റം സൃഷ്ടിക്കുന്നു. അടുത്തതായി PIR സെൻസർ പ്രവർത്തന രീതി. പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ അന്തരീക്ഷത്തിൽ ഊർജം പ്രസരിപ്പിക്കുന്നില്ല. ഒരു അലാറം ഉണ്ടാക്കാൻ ഇത് മനുഷ്യ ശരീരത്തിൽ നിന്ന് ഇൻഫ്രാറെഡ് വികിരണം സ്വീകരിക്കുന്നു. താപനിലയുള്ള ഏതൊരു വസ്തുവും ഇൻഫ്രാറെഡ് രശ്മികൾ പുറം ലോകത്തേക്ക് നിരന്തരം പ്രസരിക്കുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ഉപരിതല താപനില 36 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മുതൽ 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. കൂടാതെ അതിൻ്റെ വികിരണ ഊർജത്തിൻ്റെ ഭൂരിഭാഗവും ഒരു പരിമിത തരംഗദൈർഘ്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പാസീവ് ഇൻഫ്രാറെഡ് അലാറങ്ങൾ, ഇൻഫ്രാറെഡ് ഡിറ്റക്ടറുകൾ അഥവാ ഇൻഫ്രാറെഡ് പ്രോബുകൾ, അലാറം നിയന്ത്രണ വിഭാഗങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് ഡിറ്റക്ടർ ഒരു പൈറോ ഇലക്ട്രിക് ഡിറ്റക്ടറാണ്. മനുഷ്യ ശരീരം പുറപ്പെടുവിക്കുന്ന താപം ഇൻഫ്രാറെഡ് വികിരണത്തെ വൈദ്യുതിയാക്കി മാറ്റുന്നതിനുള്ള സെൻസറായി ഇത് ഉപയോഗിക്കുന്നു. മനുഷ്യ ഇൻഫ്രാറെഡ് വികിരണം ഡിറ്റക്ടറിൽ നേരിട്ട് വികിരണം ചെയ്യപ്പെടുകയാണെങ്കിൽ അത് തീർച്ചയായും ഒരു സിഗ്നൽ ഔട്ട്പുട്ട് ചെയ്യുന്നതിന് താപനില മാറ്റുന്നതിന് കാരണമാകും. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ സെൻസിംഗ് ദൂരം കൂടുതലായിരിക്കില്ല. ഡിറ്റക്ടറിൻ്റെ സെൻസിംഗ് ദൂരം വർദ്ധിപ്പിക്കുന്നതിന് ഇൻഫ്രാറെഡ് വികിരണം ശേഖരിക്കുന്നതിനും ഒരു ഓപ്റ്റിക്കൽ സിസ്റ്റം ചേർക്കേണ്ടതുണ്ട്. സാധാരണയായി പ്ലാസ്റ്റിക് ഓപ്റ്റിക്കൽ റിഫ്ലക്ഷൻ സിസ്റ്റം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഫ്രസ്നൽ ലെൻസ് ഇൻഫ്രാറെഡ് വികിരണത്തിന് ഫോക്കസിംഗ് സിസ്റ്റമായി ഉപയോഗിക്കുന്നു. അടുത്തതായി ഇൻഫ്രാറെഡ് റേഡിയേഷൻ. ഡിറ്റക്ഷൻ ഏരിയയിൽ ഡിറ്റക്ടറിൻ്റെ ലെൻസ് മനുഷ്യ ശരീരത്തിൻ്റെ ഇൻഫ്രാറെഡ് വികിരണ ഊർജം വസ്ത്രങ്ങളിലൂടെ സ്വീകരിക്കുകയും പൈറോ ഇലക്ട്രിക് സെൻസറിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. ഈ നിരീക്ഷണ മോഡിൽ മനുഷ്യ ശരീരം നീങ്ങുമ്പോൾ അത് ഒരു നിശ്ചിത മണ്ഡലത്തിലേക്ക് ക്രമാനുഗതമായി പ്രവേശിക്കുകയും തുടർന്ന് കാഴ്ചയുടെ മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോകുകയും ചെയ്യുന്നു. പൈറോ ഇലക്ട്രിക് സെൻസർ ചലിക്കുന്ന മനുഷ്യ ശരീരത്തെ കുറച്ച് സമയത്തേക്ക് കാണുന്നു, തുടർന്ന് അത് കാണുന്നില്ല.
അതിനാൽ മനുഷ്യ ശരീരത്തിലെ ഇൻഫ്രാറെഡ് വികിരണം പൈറോ ഇലക്ട്രിക് മെറ്റീരിയലിൻ്റെ താപനിലയെ നിരന്തരം മാറ്റുന്നു. അങ്ങനെ അത് അലാറം സിഗ്നൽ ആയ ഒരു അനുബന്ധ സിഗ്നൽ ഔട്ട്പുട്ട് ചെയ്യുന്നു. അടുത്തതായി PIR സെൻസറിൻ്റെ പരിധി എത്രയാണ്? 1. ഇൻഡോർ പാസീവ് ഇൻഫ്രാറെഡ് സെൻസിംഗ് ദൂരം 25 സെൻറ്റിമീറ്റർ മുതൽ 20 മീറ്റർ വരെ. 2. ഇൻഡോർ കർട്ടൻ പാസീവ് ഇൻഫ്രാറെഡ് സെൻസിംഗ് ദൂരം 25 സെൻറ്റിമീറ്റർ മുതൽ 20 മീറ്റർ വരെ. 3. ഔട്ട്ഡോർ പാസീവ് ഇൻഫ്രാറെഡ് സെൻസിംഗ് ദൂരം 10 മീറ്റർ മുതൽ 150 മീറ്റർ വരെയാണ്. 4. ഔട്ട്ഡോർ പാസീവ് ഇൻഫ്രാറെഡ് കർട്ടൻ ഡിറ്റക്ടർ 10 മീറ്റർ മുതൽ 150 മീറ്റർ വരെ. PIR സെൻസർ പ്രവർത്തന തത്വം മനസ്സിലാക്കാൻ ഈ ട്യൂട്ടോറിയൽ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.